നവകേരളം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭരണാധികാരി തന്റെ ഭരണകാലത്ത് ഒരു പുതിയ ഭരണ സംസ്കാരം ഇതാ ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും 2-3 കാര്യങ്ങളിലെങ്കിലും മാറ്റം ഉണ്ടായിരിക്കണം. ഒന്നെന്താണ്, കൂടുതൽ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ഭരിക്കുന്ന സ്ഥലം മാറി എന്ന് പുറമേക്ക് കാണിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കണം. നമ്മൾ ഭരിക്കുന്ന സ്ഥലത്തെ ക്രമസമാധാന നില ഞാൻ വന്നതിന് ശേഷം മെച്ചപ്പെട്ടു എന്ന് കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയണം. ഇവിടെ ഭരണപരമായിട്ടുള്ള പ്രതിസന്ധികളില്ല എന്ന് കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയണം. ഇതൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ നോക്കൂ, സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുമോ എന്ന് സംസ്ഥാനത്തെ ഹൈക്കോടതി ചീഫ് സെക്രട്ടറി കൊടുത്ത അഫിഡവിറ്റിന്റെ മേൽ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ യാത്ര തുടങ്ങിയതിനു ശേഷമാണ്. ഈ യാത്ര തുടങ്ങിയതിനു ശേഷം 2 മാൻമെയ്ഡ് ഡിസാസ്റ്റർ നമ്മുടെ നാട്ടിലുണ്ടായി. ഒന്ന് കുസാറ്റിലുണ്ടായി, 2 ശബരിമലയിലുണ്ടായി. ശബരിമലയിൽ ഒരു മാളികപ്പുറം തിരക്കിൽപ്പെട്ട് മരിച്ചു. തിരക്കിൽപ്പെട്ട് നിങ്ങൾ ആലോചിക്കണം, അതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്. തിരക്കിൽപ്പെട്ട് മരിച്ചു. തീർച്ചയായിട്ടും അവിടെ സർക്കാരിന്റെ വീഴ്ചയും ദേവസ്വം ബോർഡിന്റെ വീഴ്ചയും സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കുസാറ്റിൽ തിരക്കിൽപ്പെട്ടിട്ട് വിദ്യാർത്ഥികൾ മരിക്കുകയുണ്ടായി. അതും ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്. സംസ്ഥാനത്തെ പോലീസ്, ഇന്റലിജൻസ് സംവിധാനം ആ ഒരു പരിപാടി കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ കൊച്ചിയിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്നത് അറിഞ്ഞതുപോലുമില്ല. അവിടെ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ട് നോക്കൂ, അപ്പം 2 മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഉണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ സാമ്പത്തിക രംഗം പാടെ തകർന്നു എന്ന് സംസ്ഥാന സർക്കാർ തന്നെ അഫിഡവിറ്റ് കൊടുത്തു. അതോടൊപ്പം ഭരണത്തലവനായിട്ടുള്ള ഗവർണറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ഭരണത്തിൽ മുന്നോട്ട് പോകുന്നതിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നു. അത് പരിഹരിക്കാൻ ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി അത് ചെയ്യാതെ ഗവർണറെ വെല്ലുവിളിക്കുന്നു. സ്വന്തം ഗുണ്ടകളെ ഇറക്കിവിട്ട് ഗവർണറെ ആക്രമിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്ന ആരോപണം ഗവർണർ തന്നെ ഉന്നയിക്കുന്നു. അത്തരം വിഷയങ്ങൾ നിൽക്കുമ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ യുവജന സമരങ്ങൾക്കെതിരായി അത് ബിജെപിയുടെ ഗുണ്ടകളാണോ? ഈ രാഷ്ട്രീയ സമരം വിദ്യാർത്ഥി സംഘടന നടത്തുന്നത് ഗുണ്ടകളാണോ എന്നൊക്കെ ഗവർണർ പറയുന്നിടത്താണ് ചോദ്യം വരുന്നത്. നിങ്ങളൊക്കെ ഈ പറയുന്ന വിദ്യാർത്ഥി സമരമൊക്കെ നടത്തിയപ്പോ അത് ഗുണ്ടകളായിട്ടായിരുന്നു നടത്തിയത്? മാധു, ഇന്ന് ABVP നടത്തിയ സമരത്തിൽ വൈസ് ചാൻസലറുടെ വീട്ടിലെ ഒരു പൂച്ചട്ടിക്കെങ്കിലും അവിടെ തകരാറ് പറ്റിയിട്ടുണ്ടോ? വൈസ് ചാൻസലറുടെ കാറിന് പരിക്കും പറ്റിയിട്ടുണ്ടോ? ഇവിടെ ഗവർണറുടെ കാറിന് ആക്രമണത്തിൽ പരിക്ക് പറ്റിയെന്ന് കേരള പോലീസാണ് 75,000 രൂപ നഷ്ടം പറ്റിയെന്ന് എഴുതി കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, കോടതി നിരീക്ഷിച്ചല്ലോ. ഇവര് മുൻകൂർ ജാമ്യത്തിന് പോയ സമയത്ത് കോടതി എന്താ നിരീക്ഷിച്ചത്? ഇതാ സമരമായിരുന്നില്ല, ആക്രമണമായിരുന്നു എന്ന് നിരീക്ഷിച്ചത് കോടതിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ടത് ആദ്യഘട്ടത്തിൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഞാനായിട്ട് ഗുണ്ടാക്രമണം പറയേണ്ടതൊന്നുമില്ല. ഇതൊന്നും ചുമത്താൻ കഴിയാത്ത നിങ്ങളൊക്കെ നടത്തിയ സമരങ്ങളിൽ ഒരു അക്രമവും കേരള പോലീസിന്റെ ഒരു FIR-ലും രേഖപ്പെടുത്തിയിട്ടില്ലേ? അതൊക്കെ നിങ്ങൾ അംഗീകരിച്ചു പോവോ? മാധു, വ്യത്യാസമുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രപതി അതുപോലെ തന്നെ ഗവർണർ, ഈ 2 പദവികൾ ഇരിക്കുന്ന ആളുകൾക്കെതിരെയും ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്താൻ പാടില്ല എന്ന് നമ്മുടെ രാജ്യത്തെ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് 124 IPC. അതാണ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടത്. അപ്പൊ മറ്റ് സമരങ്ങളുമായി ഇതിനുള്ള വ്യത്യാസം മനസ്സിലായിട്ട് സംസാരിക്കണം. ഗവർണർ എന്ന് പറയുന്നത് ഭരണത്തലവനാണ്. ഭരണത്തലവനെതിരെ മാധുവിനെ പറയാൻ സമ്മതിക്കുക. എന്റെ ഉത്തരം വേണോ? ചോദ്യങ്ങളാണ് കേട്ടോ. ഞാൻ അതാണ് പറയുന്നത് മാധു. ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം എന്താണ്? നവകേരളം ഉണ്ടായോ എന്നുള്ള ചോദ്യം. അതാണ് ഞാൻ ചോദിക്കുന്നത്. നവകേരളം ഉണ്ടാവണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? കേരളത്തിൽ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് നമ്മുടെ എക്കണോമിക് പോളിസിയിൽ സംഭവിച്ചു. കേരളത്തിലെ സാമ്പത്തിക നിലയിൽ പുരോഗമനം ഉണ്ടായി. ഞങ്ങൾ വന്നതിന് ശേഷം കേരളത്തിലെ കടബാധ്യത കുറഞ്ഞു. ഞങ്ങൾ വന്നതിന് ശേഷം കേരളത്തിൽ എംപ്ലോയ്മെന്റ് ജനറേഷനിൽ വർധനവുണ്ടായി. ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇത്രയായിരുന്നു, ഇപ്പോൾ ഇത്രയാണ്. ഞങ്ങൾ വന്നതിന് ശേഷം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു കുതിച്ചാട്ടം ഉണ്ടായി. ഞങ്ങൾ വരുന്ന സമയത്തെ റോഡിന്റെ കിലോമീറ്റർ ഇത്രയാണ്, ഇപ്പൊ ഇത്ര കിലോമീറ്റർ ആണ്. ഞങ്ങൾ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഇത്രയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്ര പുതിയ സ്ഥാപനങ്ങൾ, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇത്ര കോടി കേരളത്തിൽ വന്നു. ഇങ്ങനെയൊക്കെ എണ്ണി പറയാൻ സാധിക്കുന്നിടത്തല്ലേ ഒരു ഭരണാധികാരി നവകേരളം സൃഷ്ടിക്കുന്നത്? ഇവിടെ എവിടെയാണ് നവകേരളം? ഇവിടെ ശിലായുഗ കേരളത്തിലേക്കുള്ള തിരിച്ചുപോക്കൽ നടക്കുന്നത്. കല്ലും പിന്നെ മണ്ണും ചെളിയും കല്ലും ആയുധങ്ങളാക്കി പോലീസും നാട്ടുകാരും തമ്മിൽ പരസ്പരം നടക്കുന്ന ആക്രമണങ്ങളല്ലേ നടക്കുന്നത്? ഒരു സർക്കാരാണ്. മാത്രമല്ല, കഴിഞ്ഞ തവണത്തെ പ്രകടന പത്രികയിലടക്കം എത്രത്തോളം വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ടെന്നേ, അതൊന്നും ഇല്ല എന്നങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. മാധു, അതാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ പ്രോഗ്രസ് കാർഡ് ഉണ്ടെങ്കിൽ, ഞാൻ പ്രോഗ്രസ് കാർഡിന്റെ കാര്യമല്ല പറയുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ജനങ്ങൾക്ക് അനുഭവഭേദ്യമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രൊജക്ടുകളല്ലാത്ത സംസ്ഥാന സർക്കാരിന്റെ തനത് വിഭവ സമാഹരണം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട 500 കോടിക്ക് മേൽ വരുന്ന ഒരു സിംഗിൾ പ്രൊജക്ട്, ഒരു 5000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സിംഗിൾ പ്രൊജക്ട് ഏത് സംഭവിച്ചു?
ഇവിടുന്ന് ജനങ്ങൾക്ക് തൊഴിൽ കൊടുത്തിരുന്ന പദ്ധതികൾ പുറത്തേക്ക് പോകുന്നതല്ലാതെ അകത്തേക്ക് ഏത് വന്നു? തൊട്ടപ്പുറത്ത് സംസ്ഥാനങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. ഞാൻ വളരെ വളരെ സീരിയസ് ആയിട്ട് ഒരു ഇഷ്യൂ പറയുമ്പോൾ അതിനെ വെറും പഴകി പുളിച്ച രാഷ്ട്രീയ ന്യായീകരണങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ അതിനെ മറയ്ക്കാൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു 500 പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. ഇവിടെ വിദ്യാർത്ഥികൾ, നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ മാധു, ഇവിടെ +2 കഴിഞ്ഞ കുട്ടികൾ അത്യാവശ്യം മാർക്ക് കിട്ടിയ ഒരു കുട്ടിയെങ്കിലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാവരും കേരളത്തിന് പുറത്തേക്ക് പോകുകയല്ലേ? മുഖ്യമന്ത്രിയുടെ മകളടക്കം പുറത്തു പോയിട്ടാണ് പഠിച്ചത്, അത് വേറെ കാര്യം. എല്ലാവരും പുറത്തേക്ക് പോവുകയല്ലേ? കാരണം എന്താ? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഒന്നും തന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ആദ്യത്തെ 10 പോലും ഇല്ല. കേരളത്തിൽ ഒരൊറ്റ ഒന്നുമില്ല, കുസാറ്റ് പോലും ഇല്ല. ഇതൊക്കെ ചർച്ച ചെയ്യണ്ടേ? ഇതൊന്നും ഇല്ലാതെ എന്ത് നവകേരളം? ഈ നവകേരള യാത്ര നടക്കുന്ന സമയത്തല്ലേ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞത് ഇവിടെ A+ കിട്ടുന്ന വിദ്യാർത്ഥിക്ക് പോലും സ്വന്തം പേര് എഴുതാൻ വയ്യ എന്ന് ആരാ പറഞ്ഞത്? പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അല്ലേ? BJP പറഞ്ഞതല്ലോ. ഇതാണോ നവകേരളം? ഇതാണോ നമ്മുടെ സമ്പൂർണ്ണ സാക്ഷരത? ഈ സമ്പൂർണ്ണ സാക്ഷരതയല്ല കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വായടപ്പിക്കാനല്ലേ DYFI നോക്കിയത്? അരുൺകുമാറിന്റെ സംഘടന നോക്കിയത്? ആ പറഞ്ഞത് ശരിയായില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഈ കണ്ണ് തുറപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കേരളത്തിലെ ബ്യൂറോക്രസി എങ്കിലും തുറന്നു പറയുമ്പോൾ, കേരളത്തിലെ മാധ്യമങ്ങൾ ആ കാര്യം തുറന്നു പറയുമ്പോൾ ഇന്ന് നടക്കുന്നത് മാധ്യമ വേട്ടയാണ്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ വാർത്ത റിപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ സഹപ്രവർത്തകർക്കെതിരെ 120B കൊലപാതക കേസിൽ ഗൂഢാലോചന നടത്തി, അല്ലെ കൊലപാതക ശ്രമ കേസിൽ ഗൂഢാലോചന നടത്തി എന്നുള്ള കേസായിട്ടിരിക്കുന്നത്, ഗുരുതരമായിട്ടുള്ള വകുപ്പായിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും പ്രതിഷേധമില്ല. വായ മൂടിക്കെട്ടി പഞ്ചപുച്ഛമടക്കി KUWJ അല്ലല്ല ഒരു പ്രതിഷേധവും നിങ്ങൾക്കില്ല. വാർത്തകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ആ കേസിന്റെ വാർത്ത നൽകുന്ന വലിയ കാര്യം. നിങ്ങൾ എന്ത് വാർത്ത? നിങ്ങൾ സിദ്ദീഖാപ്പിന് വേണ്ടി ഒഴുക്കിയ കണ്ണീര്. നിയമപരമായി മുന്നോട്ട് പോകുമെന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ അഖിലാനന്ദകുമാറിനെതിരെ കേസെടുത്തപ്പോഴും നമ്മൾ കൃത്യമായ ആ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. അവർ അതിന്റെ നിയമ നടപടിയുമായി മുന്നോട്ടുകയും കോടതിയിൽ നിന്നടക്കം വിമർശനം ഏൽക്കുകയും ചെയ്തല്ലോ. അതായത് കേരളത്തിലെ മാധ്യമപ്രവർത്തനം എടുത്തിട്ട് മാധ്യമപ്രവർത്തനം നടത്തേണ്ട ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളതാണ്, സത്യമാണ്, അംഗീകരിക്കുന്നത്. അത് ചോദിക്കാൻ ഏറ്റവും അർഹർ BJP-യുമാണ്. ഞങ്ങളാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. കാരണം എന്തുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കാൻ മാധു അടക്കമുള്ള ഞാൻ പറയട്ടെ ഒരു സെക്കൻഡ്. മാധു പ്രവർത്തിക്കുന്ന മാതൃഭൂമി അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് പുറത്തേക്ക് പത്രമിറക്കാൻ കഴിയാത്ത സാഹചര്യം നേരിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് ആ അടിയന്തരാവസ്ഥക്കെതിരെ പോരാടി ഈ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി വിജയിച്ചവർ ഞങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന ഈ 2 കൂട്ടരുമല്ല, ഞങ്ങളാണ്. അങ്ങയോടാണ് പറഞ്ഞതെങ്കിലും അഖിലാനന്ദകുമാറിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ചു മുമ്പ് പെൺകുട്ടിയോട് സംസാരിച്ചതാണ്. അപ്പോ ഈ പറയുന്ന കേസുകളുടെ കാര്യത്തിൽ BJP-യെ ദേശീയ തലത്തിൽ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുന്ന DYFIക്ക് മുന്നിൽ ഈ കാര്യങ്ങൾ വെക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നേ. ഞങ്ങൾ തയ്യാറാണ്. ഒരു സെക്കൻഡ് മാധു ഒരു സെക്കൻഡ്. ഇങ്ങനെയല്ലാതെ പറയേണ്ടത്. നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നില്ല. ഞാൻ പറഞ്ഞോട്ടെ. എന്നൊരു ഔദാര്യം അതിന് മുന്നിൽ വെച്ചേ ഉള്ളൂ. അംഗീകരിക്കുന്നു, പറഞ്ഞോളൂ. അത് കേൾക്കാൻ മാധു ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ 7 പിണറായി നവകേരളം ഉണ്ടാക്കി ഇറങ്ങി തിരിച്ച ആളാണല്ലോ. പിണറായിയുടെ നവകേരളത്തിൽ കേസെടുക്കപ്പെട്ട മാധ്യമപ്രവർത്തകർ എണ്ണം നിങ്ങൾ എടുക്കുക. ഞാൻ കുറച്ചു പേരുടെ പേരങ്ങ് പറഞ്ഞുതരാം. വിനു വി ജോൺ, വേണു ബാലകൃഷ്ണൻ, അഖില നന്ദകുമാർ, അബ്ജോദ് വർഗീസ്, സിന്ധു സൂര്യകുമാർ, അതുപോലെ തന്നെ നൌഫൽ, അതുപോലെ തന്നെ നിങ്ങളൊക്കെ എതിർക്കുന്ന ഷാജൻ സക്കറിയ, അതുപോലെ തന്നെ അനിൽ നമ്പ്യാർ, അതുപോലെ തന്നെ മനോരമയുടെ ജയചന്ദ്രൻ. ഒരു സെക്കൻഡ്. മനോരമയുടെ ജയചന്ദ്രൻ. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും അങ്ങനെ ഒരു ഗതികേടുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്, ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ നവകേരളവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്രമസമാധാന പ്രശ്നങ്ങളാണ്. മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ആ ഗതികേട് കൃത്യമായും ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഞങ്ങളുടെ സഹപ്രവർത്തകർക്കൊപ്പം നിലനിൽക്കുന്നുണ്ട്. ഈ കേസ് ഞാൻ വ്യക്തിപരമായി സ്വീകരിക്കുന്ന നിലപാട്, എവിടെയെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ ഒരു കൊമ്പും വാലുമില്ല. കേസെടുക്കേണ്ടതാണെങ്കിൽ കേസെടുക്കണം. പക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് ഇരയാക്കുന്നുണ്ടെങ്കിൽ അവർക്കൊപ്പം വ്യക്തിപരമായും മാധ്യമപ്രവർത്തകർ എന്ന നിലയിലും ഒക്കെ നിലയുറപ്പിക്കാനുള്ള മനസ്സ് ഉള്ള ഐക്യദാർഢ്യം കൂടി പ്രകടമാക്കുന്നുണ്ട്. ആ വിഷയം അവിടെ അവസാനിപ്പിക്കാൻ പറഞ്ഞോളൂ. ഇല്ല മാധു, അതങ്ങനെ അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ ദിവസം നവകേരള യാത്രക്കെതിരെ നടന്ന ഒരു അക്രമത്തിന്റെ പേരിലാണല്ലോ നിങ്ങളൊരു മാധ്യമപ്രവർത്തകർക്കെതിരെ ഗുരുതരമായ വകുപ്പിട്ട് കേസെടുത്തിട്ടുള്ളത്. അപ്പൊ അത് ചർച്ച ചെയ്തെന്ന് പറഞ്ഞ അർത്ഥമില്ല. ഈ നവകേരളത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ നടക്കുന്ന ഞാൻ പറഞ്ഞോട്ടെ മാധു, നിങ്ങൾക്ക് എന്തിനാണ് അസ്വസ്ഥത? ഈ നവകേരളത്തിൽ മാധ്യമ പ്രവർത്തനത്തിന് നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അവിടെ നിങ്ങൾ പലപ്പോഴും സെലക്റ്റീവ് ആകുന്നു. ചില മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുന്ന സമയത്ത് ആ കേസുകളൊക്കെ എന്താണ് പറയുന്നത്, അത് അവർ നടത്തുന്ന ക്രൈമിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ മുൻവിധിയോടുകൂടി എഴുതിയാണ്. അതേ സമയത്ത് ഒരു സെക്കൻഡ് മാധു, ഒരു സെക്കൻഡ് അല്ലല്ല ഞാൻ പറയട്ടെ. അതൊന്നും ഞാൻ പറഞ്ഞോട്ടെ.
അല്ല ഞാൻ പറഞ്ഞോട്ടെ അതേസമയം മാധ്യമ പ്രവർത്തകൻ പോലുമല്ലാത്ത മാരീച മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു മത തീവ്രവാദി ഉത്തർപ്രദേശിൽ പോയി പിടിക്കപ്പെട്ടപ്പോ ആ മത തീവ്രവാദിക്ക് വേണ്ടി കേരളത്തിൽ അയാൾ മാധ്യമ പ്രവർത്തകനാണെന്ന് നുണ പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം നടത്തിയതും അയാളെ പിന്തുണച്ചതും ഈ KUWG ആണെന്ന് ആലോചിക്കണം. അതിനിവിടെ എതിർപ്പുണ്ടെന്നേ. എന്റെ രാഷ്ട്രീയ നിലപാടല്ല, നിങ്ങളുടെ നിലപാടാണ് ഞാൻ പറയാം. അല്ലല്ല സിദ്ദീഖ് കാപ്പനെതിരെ മൊഴി കൊടുത്തതും പരാതി കൊടുത്തു ആരാ? നിങ്ങളുടെ ഫ്രട്ടേണ്ടി പെട്ടുന്ന ആളെ മനോരമയുടെ ലേഖനല്ലേ? മനോരമ തന്നെയല്ലേ? മനോരമ ലേഖനം തന്നെ കൊടുത്തത്. പിന്നെ ഞങ്ങളെന്തിനാ കുറ്റം പറയുന്നത്? മാധു സിദ്ദീഖ് കാപ്പനെതിരെ മൊഴി കൊടുത്തത് മനോരമയുടെ ലേഖകനാണെന്ന് മനസ്സിലാക്കുക. BJP-ക്കാർ കൊണ്ടുപോയി കൊടുത്ത പരാതിയല്ല. സിദ്ദീഖ് കാപ്പൻ മാധ്യമ പ്രവർത്തകനെ അല്ല, അദ്ദേഹം വ്യാജ മാധ്യമ പ്രവർത്തകനാണ് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് ആ പരാതിയുടെ അടിസ്ഥാനമായിട്ടുള്ള മൊഴി കൊടുത്തിട്ടുള്ളത് മനോരമയുടെ ലേഖനാണ്. ഒരു BJP നേതാവും അല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ സിദ്ദീഖ് കാപ്പന് വേണ്ടി ഒഴുക്കിയ കണ്ണീരെന്താ ഇന്നൊഴുക്കാത്തത്? ഈ വിഷയത്തിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള ക്രമസമാധാന നിങ്ങൾ എന്താ വിനീതയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കാത്തത്? ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ സുരേഷ് ഗോപിയെ ജയിലിലാക്കാൻ കാണിച്ച ആവശ്യം തയ്യാറല്ല, അങ്ങനെ അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നിടത്താണ് ഞാൻ ഇടപെടുന്നത്. ഇടവേള. നിങ്ങൾക്ക് വിമർശനം നേരിടുമ്പോൾ എന്താ ബുദ്ധിമുട്ട്? ഒരു വിമർശനത്തിനോ ഒരു ബുദ്ധിമുട്ട്